ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെ ശങ്കറിനെയാണ്. അപ്പോൾ ഗൗരിയോട് ശങ്കർ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഗൗരിയെ? നിന്നോട് ഞാൻ ചോദിക്കണത്, നീ എന്തെങ്കിലും എന്നോട് മറച്ചു വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ധ്രുവൻ്റെ കാര്യം ഓർമ്മ വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ, അതെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നീ പറയണം കേട്ടോ, ഇനി മറച്ചു വെക്കാൻ പാടില്ല എന്നൂടെ പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി പെട്ടെന്ന് തന്നെ പോയത് നേരെ ധ്രുവൻ തട്ടിക്കൊണ്ട് പോയതും അച്ഛന് കൊടുത്ത വാക്കുമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ആലോചിച്ച് നിന്നിട്ട് അപ്പോൾ ശങ്കർ ഇങ്ങനെ വളരെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ശങ്കറിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ശങ്കറിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഗൗരി പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കാനാണ് എപ്പോഴും ശങ്കറിന് ഇഷ്ടം. അപ്പം ചിരിച്ചുകൊണ്ട് ശങ്കർ ഇങ്ങനെ നേരിട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവിനെയും അപ്സരനെയും ഷാനിനെയാണ്. അപ്പോൾ ഇതേ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ വക്കീൽ വന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നിരിക്കുകയാണ്. ഇടി നല്ല തൂറോളം കിട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. നല്ല അടിപൊളിയായിട്ട് പോലീസുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇടിയൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, പഠിക്കുന്ന പിള്ളേരല്ലേ സാർ, ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നോ എന്ന് ചോദിച്ചു. ഇവൻ്റെ കയ്യിലിരിപ്പിന് ഇത്രയും പോരാ, ഇനിയും മര്യാദയ്ക്ക് ഇവൻ ജീവിച്ചോളും. ഇവൻ ഇനിയും മാറിയാൽ പോലീസിൻ്റെ കാരുടെ തല്ലിൻ്റെ ഗുണം ഇപ്പം ഇവന് മനസ്സിലായിട്ടുണ്ട് അല്ലടാ എന്ന് ചോദിച്ചു. സാർ, പ്രൊഫസർ ശ്യാമപ്രസാദിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ധ്രുവനോ അവൻ്റെ ഫ്രണ്ട്സോ കാരണം ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാർ, സത്യമായിട്ടും എന്ന് വക്കീൽ പറയാണ്. അതിനത് വക്കീൽ പറഞ്ഞാൽ പോരല്ലോ, ഇവന്മാർ പറയണ്ടേ എന്ന് ചോദിച്ചു. അയ്യോ സാർ, ഒരബദ്ധം പറ്റിപ്പോയതാ എന്ന് ധ്രുവൻ പറയാണ്. അതെ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല സാർ, ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് പോലീസുകാരിങ്ങനെ ഇരിക്കാം കേട്ടോ. പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്യണം, പിന്നെ ലൈഫിനെ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ട് ഇനി കാണാൻ തുടങ്ങണം. പിന്നെ ഇപ്പം നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ നടന്നാൽ കൊള്ളാം. പിന്നെ നീ ഇപ്പം പുറത്തു പോകുന്നത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്യാമപ്രസാദ് സാറിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ പുറലോകം കാണുന്നത്. ജാമ്യം കിട്ടിയതും അതുകൊണ്ടാ. നോൺ ബെയിലബിൾ ഒഫൻസാ, ജീവിതകാലം മുഴുവൻ ഞാൻ അകത്ത് കിടന്നേനെ. അയ്യോ അറിയാം സാർ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ലൈഫിൽ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവും. കോഴ്സും കാര്യങ്ങളുമായിട്ട് നീ ഈ നാട്ടിൽ നിന്ന് പോവാനാ നിന്റെ തീരുമാനമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാ. ആനെ ഇനി നല്ല പ്രതികാരം തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങിയാൽ അന്ന് നിന്റെ ലൈഫ് അവിടെ തീരും ധ്രുവ, നീ അത് ഓർത്തോണം. പിന്നെ നീ പുറലോകം കാണില്ല, അത് ഓർമ്മ വേണം. അയ്യോ എനിക്കറിയാം സാർ, എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല സാർ എന്ന് പറഞ്ഞു. എങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു പോലീസുകാരൻ. പിന്നെ ആ പ്രൊഫസറിൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നെ ഇനി കണ്ടു പോവരുത്, മനസ്സിലായോ? കേട്ടല്ലോ, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീലിനെയും കൂട്ടി ഇവന്മാർ 3 പേരുടെ പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വക്കീൽ അങ്ങ് പോയി. അപ്പോൾ ധ്രുവന് കിട്ടിയ ഇടി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടിയാണ് കേട്ടോ. ഷാനും അതുപോലെ തന്നെ അവനും അഫ്സലിനും ഒക്കെ കിട്ടി. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെ ശങ്കറിനെയാണ്. അപ്പോൾ 2 പേരും റൗണ്ട് ചുറ്റാനായിട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ് പുറത്തൂടെ. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോഴത്തേനുമാണ് നമ്മളൊരു തട്ടുകടയുടെ സൈഡിൽ നിന്ന് നമ്മുടെ ധ്രുവനെയും ഷാനിനെയും അഫ്സലിനെയും കാണുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശങ്കർ ഭായ് വണ്ടി സൈഡിലേട്ടാക്കി. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഗൗരിക്ക് ആകെ ഒരു വെപ്രാളം പരവേശം പോലെ. ഇത് അവനല്ലേ ആ ധ്രുവൻ, ഇവൻ എവിടെന്നോ ശരിക്കും കിളിക്കട്ട കിട്ടിയ രക്ഷണം ഉണ്ടല്ലോ ഗൗരി, അവൻ്റെ ഒരു കോലം കണ്ടില്ലേ? അവനെ പോലുള്ളവർക്ക് ഇത് വലിയ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. നമുക്ക് പോവാം ശങ്കർ. അതങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ് ഗൗരി ശരിയാകുക? നിനക്കെന്താ പേടിയുണ്ടോ? നീ എന്തിനാ പേടിക്കണത്? ഞാനില്ലേ കൂടെ. വേണ്ട ശങ്കർ, പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ വണ്ടി തിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഗൗരി അവനോട് 2 വാക്ക് വർത്താനം പറഞ്ഞിട്ട് പോകാന്നേ, കുറേ ദിവസമായി അവനെ കണ്ടിട്ട്. അപ്പോൾ വേഗം തന്നെ ശങ്കർ വണ്ടി തിരിച്ചു. ശങ്കർ ഭായ് ഇവർ പോകുന്നതിൻ്റെ വട്ടം കൊണ്ട് വണ്ടി വയ്ക്കുകയാണ്. വണ്ടി വെച്ചിട്ട് ഗ്ലാസ്സൊക്കെ താത്തു. അപ്പോൾ ഗൗരി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൗരിക്ക് ഇവനെ കാണണ്ട എന്നോർത്താണ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ശങ്കർ സമ്മതിച്ചില്ല. അപ്പോൾ നേരെ ശങ്കർ ഭായ് ചെന്നു. ശങ്കർ ഭായ് ഇങ്ങനെ ഗ്ലാസ് താത്തിട്ട്, എന്താടാ നിനക്ക് എവിടുന്നോ നല്ല പണി കിട്ടിയ മട്ടുണ്ടല്ലോടാ ധ്രുവ, എവിടുന്നാ? പോലീസുകാരെടുത്തിട്ട് ചാമ്പ്യ ലക്ഷണം ഉണ്ടല്ലോ, എന്താ പോലീസ് കേസാണോ എന്ന് ചോദിച്ചു. അല്ല, അതൊരു ചെറിയ കേസാ ശങ്കർ ഭായ് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ പറയാണ്, ചെറിയ കേസാണെങ്കിൽ ഇമ്മാതിരത്തെ തള്ളില്ലല്ലോ. അപ്പം ചെറിയ കേസൊന്നും അല്ലല്ലോടാ, ആണെങ്കിൽ അവർ ഇങ്ങനെ തല്ലുവൊന്നുമില്ല. എന്തായിരുന്നടാ കേസ്? അത് ശങ്കർ ഭായ്, ശങ്കർ ലേറ്റ് ആകുന്നു, നമുക്ക് പോവാം എന്ന് പെട്ടെന്ന് തന്നെ ഗൗരി പറയാം. ജസ്റ്റ് 5 മിനിറ്റ് ഗൗരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്കിപ്പോൾ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പറയടാ എന്തുട്ടാടാ കേസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കണം. ധ്രുവ, നീ എന്തുട്ടാടാ ഈ പുതിയ പ്രശ്നം ഒപ്പിച്ചതെന്ന് ചോദിച്ചു.
ശങ്കർ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഗൗരി കിടന്ന് വെകിളി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശങ്കർ ബായി സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അതെ, നിനക്ക് നല്ല മെനക്ക് കിട്ടിയിട്ടുണ്ടല്ലോടാ. എടാ, നിനക്കൊക്കെ ഞാനായിട്ട് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. ഇനിയെങ്കിലും പോലീസുകാരുടെ തല്ലുകൊണ്ട് ജീവിതം കളയാതെ മര്യാദയ്ക്ക് മാന്യമായിട്ടൊക്കെ കുറച്ച് ജീവിക്കാൻ നോക്ക് ശങ്കർ ഭായ്. ഇനി ഞങ്ങൾ എന്താ പറയുക, ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ തല്ലുകൊള്ളുന്ന പരിപാടി ഇല്ല ശങ്കർ ഭായ്. അതൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. ആ, എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ധ്രുവൻ ഇങ്ങനെ ഗൗരിയെ നോക്കുന്നുണ്ട്. എടാ മോനെ, ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. അത് നമ്മൾ സന്തോഷമായിട്ട് ലൈഫ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാതെ എന്നും അടി പിടി പിന്നെ പോലീസ് കേസ് അങ്ങനെയൊക്കെ ആയിട്ട് ലൈഫ് ഫുള്ള് ഡാർക്കാക്കല്ലേ. മനസ്സിലായോടാ നിനക്ക് എന്ന് ചോദിച്ചു. ശങ്കർ ഇതൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച ശേഷം ആ ശങ്കർ അങ്ങ് തിരിച്ചു പോയിട്ടോ ഗൗരിയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ധ്രുവൻ പറയുകയാണ്, മച്ചാമാരെ എനിക്ക് നല്ല ബെസ്റ്റ് ടൈമാട്ടോ എന്ന് പറഞ്ഞു. അത് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾക്കും നല്ല ബെസ്റ്റ് ടൈമാ എന്ന് പറഞ്ഞു. എൻ്റെ നട്ടിലൊരു എക്സ്റേ എടുത്ത് നോക്കണം, പൊട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയമൊന്നും വേണ്ട, പൊട്ടിക്കാണും. അമ്മാതിരി ഇടിയല്ലേ കിട്ടിയത്. ഒരു മയമില്ലായിരുന്നു. മച്ചാമാരെ, ഞാൻ തമാശ പറഞ്ഞതല്ല, എനിക്ക് ബെസ്റ്റ് ടൈം തന്നെയാണ്. നമ്മളെങ്കിൽ പിന്നെ നമ്മുടെ ശങ്കർ ഭായിയെ കാണില്ലായിരുന്നോ. എൻ്റെ പൊന്നു ധ്രുവ, ശങ്കർ ഭായിയെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ച് വരണ്ടു പോയി. മച്ചാനെ, ശങ്കർ ഭായിയുടെ വരവ് കണ്ടപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്നാണ് ഞാൻ കരുതിയത്. എങ്കിൽ പിന്നെ തീർന്നു. ഗൗരിയെ കിഡ്നാപ്പ് ചെയ്ത കാര്യമാണ് ശങ്കർ ഭായി അറിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ നമ്മളിവിടെ തീർന്നേനെ. അപ്പോൾ കിഡ്നാപ്പിൻ്റെ കാര്യം ഗൗരി ശങ്കറിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ആ തടാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ധ്രുവൻ അടുത്ത പ്ലാൻ ഇടുക. ഇപ്പോഴും ശങ്കർ ഭായ് പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ ട്രങ്ക് കാർഡ് എന്ന് പറഞ്ഞു. അടിപൊളി. അപ്പോൾ ഇനി അടുത്ത പണിക്ക് ഇറങ്ങുകയാണോ നീ? മച്ചന്മാരെ, ഇനിയാണ് ഈ ധ്രുവൻ്റെ ബെസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയാണ് കേട്ടോ. അപ്പോൾ വേണി എന്തോ ഫോണിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആദർശ് കയറി വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ എന്തോ ഒരു കവറുണ്ട്. അപ്പോൾ ആദർശ് നേരെ വേണിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ പുള്ളി വലിയ ഗൗനമൊന്നും കൊടുത്തില്ല, ഇങ്ങനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേണി നോക്കിക്കേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഗൗനിച്ചില്ല. നീ ഇതെങ്കിലും ഒന്ന് തുറന്നെങ്കിലും നോക്ക്. അപ്പോൾ വേണി പതുക്കെ അതങ്ങ് വാങ്ങി. അത് വാങ്ങിയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടോ. എന്നിട്ട് ഇതെന്താ എന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ അളവിൽ ഞാൻ വാങ്ങിയതാ. അതിനിപ്പം എനിക്ക് ചുരിദാർ വേണമെന്ന് ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് വേണി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ കയ്യിലിരുന്ന സാധനം എടുത്ത് ഒറ്റ ഏറങ്ങ് വെച്ച് കൊടുത്തു. വേണി, നീ എന്ത് പണിയാണ് നീ കാണിച്ചത്? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ, അതിന് എന്തിനാ വലിച്ചെറിഞ്ഞത് എന്ന് ചോദിച്ചോ. അതെ, എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. തോന്നുന്നത് ചെയ്യാനായിട്ട് ഇനി നിങ്ങളുടെ പെർമിഷൻ മേടിക്കണോ? ഒരാൾ സ്നേഹത്തോടെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുമ്പോൾ അതിങ്ങനെ വലിച്ചെറിഞ്ഞ് കളയല്ല ചെയ്യേണ്ടത്. അതങ്ങനെ ചെയ്യുമ്പോൾ അവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് അറിയോ? നിങ്ങളിത് സ്നേഹത്തോട് തന്നെയാണോ തന്നത്? വേണി, നിന്നെക്കുറിച്ച് ഓർത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ ഇതൊക്കെ വാങ്ങിയത്. നിങ്ങളുടെ ഈ പഠിത്തമുള്ളവരുടെ ഒടുക്കത്തെ ബുദ്ധിയെടുത്ത് എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. വേണി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചാ സംസാരിക്കണത്. വേണ്ട, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ എന്തിനാ തെറ്റിദ്ധാരണ? നിങ്ങളിപ്പോൾ ഇത് ചുരിദാർ വാങ്ങിക്കൊണ്ട് വന്നത് സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? പിന്നല്ലാതെ എന്താ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തിട്ടിനായി എൻ്റെ മുന്നിലിങ്ങനെ നാടകം കളിക്കണത്? നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും സ്നേഹമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യണത്? അത് ഞാൻ വിശ്വസിക്കും എന്നാണോ കരുതിയിരിക്കണത്? എനിക്ക് ഇമ്മാതിരി പ്രകടനങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ സന്തോഷിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പറയേ, ആരാ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? മത്താപ്പാള് കൊള്ളാലോ, എന്നെ സ്നേഹിക്കാൻ അല്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് സ്നേഹം എവിടുന്നാണ് വന്നത് എന്ന് ചോദിച്ചോ. നിങ്ങളെന്നെ ഒന്ന് സ്നേഹിക്കാനായിട്ട് നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞാൻ എത്ര പ്രാവശ്യം കെഞ്ചിയില്ലേ മനുഷ്യ? അപ്പോഴൊക്കെ നിങ്ങളോട് സ്നേഹത്തോടെ ഒരു ഡയലോഗ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെറി വിളിക്കുന്നത് വരെ നിർത്തിയില്ലേ? ഞാനേ ആകെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സ് എന്താണോ പറയണത് അത് തന്നെ ഞാൻ മുന്നിൽ കാണിക്കണത്. പക്ഷേ നിങ്ങളോ? അയ്യോ വേണി, ഞാനും നിങ്ങളോട് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞു. ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ ശരിക്കും ഫുൾ ആക്ടിങ്ങാ. നിങ്ങൾ ഓവർ ആക്ടിങ് കാണിക്കണത്. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്നേഹം അഭിനയിക്കുക ചെയ്യണത്. എനിക്ക് അങ്ങനത്തെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞു.
എന്തൊരു കഷ്ടാ. ഞാൻ എന്ത് ചെയ്താലും നീ എന്താ അതിന് കുറ്റം മാത്രം കണ്ടുപിടിച്ചോണ്ടിരിക്കണ വേണി? നിങ്ങൾ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയല്ലേ? ഒരു സ്നേഹിക്കാൻ ഒരാൾ ചുരിദാറും കൊണ്ട് വന്നിരിക്കണു. ദേ, സ്നേഹത്തിലുണ്ടല്ലോ ഒരു മിനിമം സത്യസന്ധതയൊക്കെ വേണം കേട്ടോ. പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിലുണ്ടല്ലോ ആ സത്യസന്ധത അതെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അത് സമ്മതിക്കുന്നു. അച്ഛൻ്റെ വാശി കാരണം അത് സംഭവിച്ചത്, അതും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ സ്നേഹമുള്ള ഒരുത്തനാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ തൃശ്ശൂർ ലാൻഡ് ചെയ്തേനെ. വേണ്ട, അത് പോട്ടെ, നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം എത്ര തവണ എന്നെ പറ്റിച്ചു. വേണി, നിന്നെ ഞാൻ തന്നെയല്ലേ കൂട്ടിക്കൊണ്ടു വന്നത്? അതെ, അതാണ്, നിങ്ങൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ ഉണ്ടല്ലോ, എപ്പോഴാണെന്ന് കൂടി നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ പെങ്ങളെ ചാരങ്ങാട്ടേക്ക് എൻ്റെ അച്ഛൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും നിങ്ങൾ എന്നെ തിരിച്ചുകൊണ്ട് വന്നു അല്ലേ? എന്തുട്ടാ അതിനർത്ഥം എന്ന് ചോദിച്ചോ. വേണി, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. എന്തൊട്ട് സാഹചര്യം? ഒരു തേങ്ങയില്ലട്ടോ എന്ന് പറഞ്ഞ് ഗൗരി എന്താ പറയുക, വേണി ചൂടാകുക. സത്യം എന്നിട്ടാന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ഗൗരിനെ എൻ്റെ അച്ഛൻ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നോ? എന്നെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. പക്ഷേ നിങ്ങളെന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് വേണി ആകെ കരയാട്ടോ. വേണിയുടെ മനസ്സ് ആകെ തകർന്നു പോയി. അതുപോലത്തെ അവസ്ഥയിലായിപ്പോയി വേണി. അത്രയ്ക്ക് സങ്കടമാണ് കേട്ടോ പുള്ളിക്ക്. അപ്പം നിങ്ങൾക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിചയം മാത്രമായിട്ടാണ് നിങ്ങൾ ഈ വേണിയെ കണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക്. അപ്പം വേഗം കണ്ണൊക്കെ തൂത്തു. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനമില്ല വേടി. നിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ ഇനി മേലിൽ ഇമ്മാതിരത്തെ നാടകങ്ങളി എൻ്റെ മുന്നിൽ ആവർത്തിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. വേണി, നീ ഒന്ന് മിണ്ടാതിരിക്കുക. മറ്റുള്ളവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു ആദർശ്. എങ്ങനെ? മറ്റുള്ളവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം അല്ലേ? ദേ, നിങ്ങളെന്നെ കെട്ടിയ ശേഷം സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പം പിന്നെ ഇവിടെ ആരും ഉറങ്ങണ്ട എന്ന് പറഞ്ഞു. അതെ, മിണ്ടാതിരിക്കാൻ എനിക്കിപ്പോൾ സൗകര്യപ്പെടില്ല. ഞാൻ ബഹളം വയ്ക്കും. നിങ്ങൾ എന്തുട്ടാ ചെയ്യുക എന്ന് ചോദിച്ചു. പറ, എന്തുട്ടാ ചെയ്യുക? ഒന്നും മിണ്ടിയില്ല. ആദർശ് നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ശ്യാം സാറിനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ശ്യാം സാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്യാം സാറിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഫോൺ വന്നെടുത്തു. ഹലോ, ആരാ എന്ന് ചോദിച്ചു. അയ്യോ, പ്രൊഫസർ സാർ, ധ്രുവനാണ് എന്ന് പറഞ്ഞു. ആ, പിന്നെ എൻ്റെ പേര് അത്ര വേഗം സാറ് മറക്കില്ല എന്ന് വിചാരിക്കണു. അല്ല ധ്രുവൻ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു. നിനക്ക് എന്താ, നീ എന്തിനാ ഈ സമയത്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആദർശ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഈ സമയം ഇപ്പുറത്ത് മാറി നിന്നതെല്ലാം ആദർശ് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്യാം സാറും ധ്രുവനെ സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ അച്ഛൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നതേ ഇല്ല. ആദർശ് മാറി നിന്ന് കേൾക്കുകയാണ് ചെയ്തത്. ധ്രുവനോ എന്നൊരു ഞെട്ടൽ പെട്ടെന്ന് ആദർശനുണ്ടായി. അവൻ ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലെന്ന് തോന്നുന്നു. പ്രൊഫസർ സാർ, പോലീസുകാർ എന്നെ നന്നായി പെരുമാറി. അതെ, നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷനും പരിപാടിയൊന്നും പുതുമയല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമല്ല. നീ പിന്നെ എന്തിനാ വിളിച്ചത്? മേലാൾ എന്നെ ഒന്ന് വിളിച്ചു പോവരുത്. അതെങ്ങനെ ശരിയാവും? ശങ്കർബായിക്കും ഗൗരിക്കും കൊടുക്കാനുള്ള പണി ഞാൻ തന്നെ കൊടുക്കണ്ടേ പ്രൊഫസറെ? ഞാനല്ലാതെ പിന്നെ ആരാ അവർക്ക് പണി കൊടുക്കുക? അവർ തമ്മിലുള്ള നല്ല ബന്ധത്തിലല്ല എന്നും എനിക്ക് മനസ്സിലായി. നീ എന്തായി പറയണത്? ശങ്കറും എൻ്റെ മോളും തമ്മിൽ നല്ല സന്തോഷമായിട്ടാണ് ജീവിക്കണത്. ആരും അതിന് വക്കാലത്ത് പിടിക്കണ്ട. അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട കേട്ടോ. അതെ പ്രൊഫസറെ, ഒരു കാര്യം പറയട്ടെ, ഒരു സംശയം ചോദിച്ചോട്ടെ. അത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്കിൽ ഞാൻ ഗൗരി കിഡ്നാപ്പ് ചെയ്ത കാര്യം എന്താ ശങ്കർബായിയോട് പറയാത്തത്? പറ. പാവ ശങ്കർബായിയിൽ നിന്ന് അതും മറച്ചു വെക്കുന്നത് ശരിയാണോ പ്രൊഫസറെ? ദയവ് ചെയ്ത് ഇങ്ങനെ എൻ്റെ കുട്ടിയെ ഇനി ഉപദ്രവിക്കരുത്. പ്രൊഫസർ സാർ, എനിക്ക് ഗൗരി ഉപദ്രവിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷെ ശങ്കർബായിയോട് സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റുമോ? അതെന്ത് ചെയ്യും? നീ എന്തിനാ ഇങ്ങനെ ചെയ്യണത്? നീ എന്തിനാ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചു. അയ്യോ പ്രൊഫസർ സാർ, കള്ളം പറയരുതെന്നല്ലേ ഉള്ളൂ, സത്യം പറയാലോ. ഞാൻ ചെയ്തത് തെറ്റല്ലേ പ്രൊഫസറെ? ഒരിക്കലും ഗൗരിയെ തട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു രാത്രി എൻ്റെ ഒപ്പം താമസിപ്പിക്കാനും പാടില്ലായിരുന്നു. അങ്ങനെ ശങ്കർബായിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് വരില്ലേ?
ഏട്ടത്തിയമ്മ എന്തായാലും ശങ്കർ ഭായിയോട് സത്യം പറയാൻ പോണില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് ഞാനെങ്കിലും ശങ്കർ ഭായിയോടൊന്ന് പറയണ്ടേ പ്രൊഫസർ? അല്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം സ്വസ്ഥതയും ഉണ്ടാവില്ല. ധ്രുവ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പ്രൊഫസർ സാർ, നിങ്ങളുടെ ഐഡിയ എനിക്ക് കത്തി. പക്ഷേ പോലീസിനെയും കൂട്ടിക്കൊണ്ട് വരാനല്ലേ? വേണ്ട, അത് നടക്കില്ല സാർ. തൽക്കാലം എനിക്ക് പ്രൊഫസറെ കാണാനായിട്ട് ആഗ്രഹമില്ല. നാളെ തന്നെ ഞാൻ ശങ്കർ ഭായിയെ ഈ വിവരം അറിയിച്ചോളാം. ഞാൻ പോലീസിനെ കൂട്ടിയൊന്നുമല്ല വരുന്നത്, ഞാൻ തനിച്ചാ. എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. നിർബന്ധമാണോ? നീ എവിടെയാണെന്ന് പറഞ്ഞു, അവിടേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ ശരി, അത്ര നിർബന്ധമാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തോ പ്രൊഫസറെ, നേരെ ആക്കുളത്തേക്ക് പോകുന്ന ആ റൂട്ടില്ലേ, ആ വഴി നേരെ വിട്ടു വരണം എന്ന് പറഞ്ഞു. ആക്കുളം റോഡല്ലേ? എനിക്കറിയാം എന്ന് പറഞ്ഞു പ്രൊഫസർ. അപ്പം പ്രൊഫസർ ഈ പറയുന്നതെല്ലാം കേട്ടോണ്ട് ആദർശ് അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ആക്കുളം പുഴ പോകണ്ട, അതിന് ഒരു 1-2 കിലോമീറ്റർ മുന്നേ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. അതായത് ആ റോഡ് നേരെ ചെയ്യുന്നത് ഒരു ഒഴിഞ്ഞ മലയുടെ മുകളിലേക്കാണ്. ശരി, ആക്കുളത്തേക്ക് 2 കിലോമീറ്റർ മുന്നേ ലെഫ്റ്റിലേക്ക് മലമുകളിലേക്ക് പോകുന്ന റോഡ്. ഓക്കെ, കറക്റ്റ് റൂട്ട് അത് തന്നെ. ശരി, എന്നാൽ പിന്നെ പ്രൊഫസർ ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ, അതായിരിക്കും നല്ലത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ധ്രുവൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പ്രൊഫസർ തീരുമാനിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആദർശ് വരുന്നത്. അപ്പോൾ അച്ഛനാകെ അപ്സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛാ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നമില്ല. അല്ല, മഴ പെയ്തിട്ടിപ്പം നല്ല തണുപ്പുണ്ടല്ലോ, പിന്നെ അച്ഛൻ എന്താ ഈ വേർക്കുന്നത് എന്ന് ചോദിച്ചു. അത് പിന്നെ BP ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല, ഞാൻ കഴിച്ചിട്ട് വരാം, ഞാൻ കിടന്നോളാം, ഞാൻ കിടക്കാൻ പോവാ, നീ പോയി കിടന്നോ മോനെ എന്ന് പറഞ്ഞ് ആദർശിനെ പറഞ്ഞു വിട്ടിട്ട് നേരെ ശ്യാം സാറ് റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെന്ന് വണ്ടിയുടെ ചാവി എടുത്തു കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം നന്ദിനി വരുന്നത്. ശ്യാമേട്ടൻ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് റെഡി ആവുകയാണോ? എന്താ, എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഈ സമയത്ത് ഇതെന്തിനാ ഈ പുറത്തേക്ക് പോണത്? അത് പിന്നെ എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. ആരെ എന്ന് ചോദിച്ചു. അത് പിന്നെ അത് ആളെ പറഞ്ഞാൽ താൻ അറിയില്ല നന്ദിനി. ആരെയാണെങ്കിലും നേരെ ഇപ്പം ഇത്ര ആയില്ലേ, നാളെ രാവിലെ കണ്ടാൽ പോരാ, എനിക്ക് ഇപ്പം തന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ആദർശിനെ വിളിക്കാം, അവൻ വണ്ടി ഓടിച്ചോളുമല്ലോ. ശ്യാമേട്ടൻ ആദർശിനൊപ്പം കൂട്ടിക്കോ? വേണ്ട, ഞാൻ തനിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ശ്യാമേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക, ആദർശ് കൂടെ ഉണ്ടെങ്കിൽ വണ്ടി അവൻ ഓടിച്ചോളൂ അല്ലേ? ഒന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്. എന്തിനാ ശ്യാമേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എനിക്കൊരു കുഴപ്പമില്ല നന്ദിനി ഒന്ന് മിണ്ടാതിരിക്കുക. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, താൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. ഞാൻ 1 മണിക്കൂറിൽ തിരിച്ചു വരും. പിന്നെ പുറത്ത് പോയിരിക്കുകയാണെന്ന് തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട, മനസ്സിലായോ? അപ്പോൾ അതേണ്ട ശ്യാം സാറ് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം അതിനു മുൻപ് തന്നെ നമ്മുടെ ധ്രുവനോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്താണ് നമ്മുടെ ആദർശ് ബ്രോ വേണ്ട കയ്യിൽ ഒരു സ്റ്റിക്കൊക്കെ ആയിട്ട് നേരെ ഈ ധ്രുവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവനിട്ട് കീച്ചാൻ തന്നെയാണ് തീരുമാനം കേട്ടോ. ഇവനെ മര്യാദ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.